സ്വസ്ഥമായി അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള സ്വന്തം വീടെന്ന ആഗ്രഹത്തിൽ കഴിയുകയാണ് വൃദ്ധ ദമ്പതികൾ. കോഴിക്കോട് കുന്തമംഗലത്തെ വിജയനും സുലോചനയുമാണ് നന്മയുള്ള മനുഷ്യരുടെ കനിവ് കാത്ത് കഴിയുന്നത്. മഴയൊന്നു കനത്താൽ ആദിയാണിവർക്ക്, കാറ്റൊന്നു വീശിയാൽ പേടിയാണിവർക്ക്. കാരണം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയ ഒറ്റമുറി ഷെഡ് ഏതു സമയവും നിലംപൊത്താം. കഴിഞ്ഞ 16 വർഷമായി അടച്ചുറപ്പില്ലാത്ത ഈ കൂരയിലാണ് ഇവരുടെ താമസം. 2 സെന്റ് സ്ഥലത്ത് ഒരു വീട് വെക്കാനുള്ള സാമ്പത്തിക സഹായം പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോൾ ചോർന്നടിക്കുന്ന ഒരു ചെറിയ വീട്ടിലാണ് താമസം. ഞാനും എൻ്റെ ഭാര്യയും, മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 പേര് മാത്രമേ ഉള്ളൂ. ബന്ധുക്കൾ സൗജന്യമായി നൽകിയ 2.5 സെന്റ് സ്ഥലത്താണ് ഷെഡുള്ളത്. വീടിനായി പലതവണ അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല. ചില വാഗ്ദാനങ്ങളും എങ്ങും എത്തിയില്ല. മനസ്സിനങ്ങനെ ഒരു വിഷമം മാത്രമുള്ള ഒരു വീട്ടിൽ കൂടണം, ഒരു മരിക്കാൻ വീട്ടിൽ കൂടണം ഒരു ആഗ്രഹം മാത്രം, വേറെ ഒരു ആഗ്രഹവും ഇല്ല. ചെറിയൊരു വീടായാലും വേണ്ടിയില്ല, അത്രക്കും പ്രതീക്ഷിക്കും. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ജോലിയിൽ പോയിട്ടാണ് ഇപ്പം ഞങ്ങളുടെ ജീവിതം കഴിയുന്നത്. പിന്നെ പെൻഷൻ കിട്ടില്ല, ഇനിയിപ്പം പെൻഷനും കിട്ടുന്നത് 5-6 മാസം പെൻഷൻ കിട്ടാണ്ട്, അതും കിട്ടുന്നില്ല. അപ്പം ഫണ്ടില്ലാന്ന് പറഞ്ഞിട്ട് മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്. പിന്നെ അടുത്ത ആൾക്കാരെ വിളിക്കും, ഞങ്ങൾ അങ്ങോട്ട് പോരിന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു പോകുന്നതിൽ വെച്ചാൽ പിന്നെ ഈ ജാതികളെ വന്ന് ഇരുന്നിട്ട് കാണില്ലല്ലോ, അതിനെക്കൊണ്ട് പേടിച്ചിട്ട് പിന്നെ പോകാത്തത്. പാചക തൊഴിലാളിയായ വിജയന് പ്രായാധിക്യം കാരണം ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ചന്ദ്രിക പച്ചമരുന്നുകൾ വീടുതോറും വിറ്റുകിട്ടുന്ന തുച്ഛമായ പണം കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. മരിക്കുന്നതിനു മുമ്പെങ്കിലും അടച്ചുറപ്പുള്ള വീട്, ഇത് മാത്രമാണ് സ്വപ്നം. ഇതിനായി സുമനസ്സുകളുടെ കനിവ് കാത്ത് കഴിയുകയാണിവർ. ജനം, കോഴിക്കോട്.